കഴിവിൻ്റെ പരമായി നമ്മളാൽ പറ്റുന്ന പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി നമ്മളൊക്കെയും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുക എന്ന്. ഇതുപോലൊരു പെരുന്നാൾ ദിവസം ഒരു വലിയൊരു മനുഷ്യൻ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റബീഉ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ടവരെ, റസൂലിന്റെ അനുചരൻ ഭയങ്കര കരച്ചിൽ. പെരുന്നാൾ ദിവസം എന്തായി കരയുന്നു എന്ന് തൊട്ടടുത്തിരിക്കുന്ന ആളുകൾ ചോദിച്ചപ്പോൾ, എൻ്റെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കോ, എൻ്റെ നോമ്പും എൻ്റെ ഇബാദത്തുകളും എൻ്റെ റബ്ബ് സ്വീകരിക്കോ എന്ന് എനിക്കൊരു ഭയപ്പാടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ആ അനുഗ്രഹീതനായ സ്വഹാബി പറഞ്ഞുവെങ്കിൽ, ഇരിക്കണം എനിക്കും നിങ്ങൾക്കും ഇനി നമുക്കുണ്ടാകേണ്ടത് ആത്മാർത്ഥമായ ഇതിൻ്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മൾ ഈദ് കൈമാറ്റം ചെയ്യുമ്പോൾ, ഈദ് സന്ദേശം അന്യോന്യം കൈമാറ്റം ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന എന്താ? തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. എന്താ അതിനർത്ഥം? ഞങ്ങളിൽ നിന്നും, എന്നിൽ നിന്നും, നിന്നിൽ നിന്നും നമ്മുടെ നന്മകൾ അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന. പ്രിയപ്പെട്ടവരെ, സ്വീകാര്യതയ്ക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ ചെയ്തു, സ്വീകരിക്കേണ്ടവനാരാ? ഈ പ്രപഞ്ചത്തിന്റെ അധിപനാണ്, നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചറബാണ്. ഇത് സ്വീകരിക്കൂല. നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. എന്തൊരു ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിലും അല്ലാഹു സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കണം. മഹാന്മാരായ സ്വഹാബത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ 6 മാസം തുടർച്ചയായി കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. റമളാനിൽ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ശവ്വാൽ ഒന്നോടുകൂടി തന്നെ കാര്യം അവസാനിപ്പിക്കും, അല്ലേ? എന്ന് ആലോചിച്ച് നോക്കി. സ്വഹാബത്ത് 6 മാസം സലഫു സ്വാലിഹീങ്ങളായ ആളുകൾ